ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ഹൈമാവതിയും ശ്രേയും ദേവയാനിയമ്മയും രാഹുലും എല്ലാവരും കൂടെ രാജിയോട് പ്രശ്നമുണ്ടാക്കുകയാണ്. സ്ത്രീധനം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് രാജി അപ്പോൾ പറയുന്നുണ്ട്, ഈ ജന്മം മൊത്തം കഷ്ടപ്പെട്ടാലും നിങ്ങൾ പറയുന്ന അത്രയും സ്ത്രീധനമൊന്നും എനിക്ക് തരാൻ പറ്റത്തില്ലെന്നൊക്കെ പറയുന്നു. രാജിയോട് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറ്റത്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എവിടെ നിന്ന് ഇറങ്ങിക്കോണമെന്നൊക്കെ. രാഹുൽ പറയുന്നുണ്ട്, നീ എന്നെ കുറെ കാലം പ്രണയിച്ചതിനുള്ള കൂലി ഞാൻ അങ്ങോട്ട് തരാമെന്നൊക്കെ. രാഹുൽ രാജിയെ വെളിയിലേക്ക് പിടിച്ചു തള്ളുകയാണ്. ആ സമയത്ത് ഗംഗ വന്ന് രാജിയെ പിടിക്കുന്നുണ്ട്. ഗംഗ ചോദിക്കുന്നുണ്ട്, ഈ പാവം പെൺകുട്ടിയോട് നിങ്ങൾ എല്ലാവരും കൂടെ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ. രാജി സ്ത്രീധനം ചോദിച്ച കാര്യമെല്ലാം പറയുന്നുണ്ട്. ഗംഗയ്ക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. ഗംഗ പറയുന്നുണ്ട്, ഇത്രയും കാലം നിങ്ങൾ പെരുമാറിയതൊക്കെ ഞാൻ ക്ഷമിച്ചു, പക്ഷെ ഇത് ക്ഷമിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു. ഇവളെ അകത്തേക്ക് കൂട്ടിയിട്ട് പോകണമെന്നൊക്കെ പറയുന്നു. ഹൈമാവതി അപ്പോൾ പറയുന്നുണ്ട്, ഈ അടുക്കളക്കാരി ശബ്ദം ഉയർത്തുന്നത് കേട്ടോ എന്നൊക്കെ. ഇവൾക്ക് എന്ത് അധികാരമാണുള്ളതെന്നൊക്കെ ചോദിക്കുന്നു. ആ സമയത്ത് ഗംഗ പറയുന്നുണ്ട്, രാജിയെ ഞാനാണ് ഇവിടേക്ക് കൂട്ടിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവൾക്ക് വേണ്ടി സംസാരിക്കുമെന്നൊക്കെ. രാഹുൽ പറയുന്നുണ്ട്, എൻ്റെ ഭാര്യ എന്ത് ചെയ്യണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നതെന്ന്. ഗംഗ അപ്പോൾ പറയുന്നുണ്ട്, നടക്കത്തില്ല എന്ന്. നിങ്ങൾ എല്ലാവരും സ്ത്രീ പീഡനത്തിന്റെ പേരിൽ രാജ്യയെ ദ്രോഹിക്കുകയാണെന്ന് ഞാൻ മൊഴി കൊടുക്കും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് തന്നെ അത് പ്രശ്നമാകത്തേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു. ഗംഗ അങ്ങനെ പറഞ്ഞിട്ട് രാജ്യം കൂട്ടിയിട്ടാണെങ്കിൽ അകത്തേക്ക് പോകുന്നുണ്ട്. ഗംഗയും രാജിയും പോയതിനു ശേഷം ശ്രേയ ദേവയാനിയമ്മയോട് പറയുന്നുണ്ട്, ആന്റിയാണ് അവൾ അപമാനിച്ചത്, അവളാണെങ്കിൽ ആന്റിക്ക് ഒരു വിലയും തന്നില്ല എന്നൊക്കെ പറയുന്നു. ദേവയാനിയമ്മ അപ്പോൾ പറയുന്നുണ്ട്, ഗംഗയുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടെന്നൊക്കെ. ശേഷം കാണിക്കുന്നത് ഗംഗ രാത്രിയിൽ സർപ്പക്കാവിൽ നിന്ന് ഡയറിയും മൊബൈലും എടുത്തുകൊണ്ട് റൂമിലേക്ക് വരുന്നു. ഗംഗയുടെ അടുത്തേക്ക് ഗൗരിയും വരുന്നുണ്ട്. ഗൗരി ചോദിക്കുന്നുണ്ട്, സഹായത്തിന് എന്നെ എന്താണ് വിളിക്കാഞ്ഞതെന്ന്. ഗംഗ അപ്പോൾ പറയുന്നുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ ചേച്ചിയെ വിളിക്കാമെന്നാണ് കരുതിയതെന്ന്. ഗൗരി അപ്പോൾ പറയുന്നുണ്ട്, ഇങ്ങനെ ഇനി ഒരു കാര്യവും തനിച്ച് ചെയ്യരുത്, ഗംഗയുടെ ചുറ്റും ശത്രുക്കൾ ഉള്ളതാണെന്നൊക്കെ പറയുന്നു. ഗംഗ ഡയറി വായിക്കാൻ തുടങ്ങുന്നു. ഗൗരി അപ്പോൾ പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ എഴുതിയതൊക്കെ എന്താണെന്ന് ഓർമ്മയില്ല, ഗംഗ വായിക്കാനെന്ന് പറയുന്നു. ഗംഗ വായിക്കുകയാണ്. ദേവയാനിയമ്മയെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ദേവയാനിയമ്മയാണെങ്കിൽ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നാണ് എഴുതിയിരിക്കുന്നത്. ഗൗരി തറ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവയാനിയമ്മ അവിടേക്ക് പ്രശ്നമുണ്ടാക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. മഹിയെ കാണിക്കാൻ വേണ്ടി എപ്പോഴും ജോലി ചെയ്യുന്നതായിട്ട് ഇവൾ ചെയ്യുകയാണെന്നൊക്കെ ദേവയാനിയമ്മ മനസ്സിൽ വിചാരിച്ചിട്ട് ഗൗരിയോട് ദേഷ്യപ്പെടുകയാണ്. നീ ഇങ്ങനെയാണോ തുടയ്ക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. ദേവയാനിയമ്മ ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്നത് ആരെയോ കാണിക്കാൻ വേണ്ടിയല്ലേ എന്നൊക്കെ. ഗൗരി അപ്പോൾ പറയുന്നുണ്ട്, സ്വന്തം വീട്ടിൽ ജോലി ചെയ്യുന്നത് ഒരു തെറ്റാണോ എന്നൊക്കെ. ഗൗരി പറയുന്നുണ്ട്, ഞാൻ ചെയ്യുന്നത് ഇഷ്ടമല്ലെങ്കിൽ അമ്മ തന്നെ ചെയ്തോളാം എന്നൊക്കെ. അത് കേൾക്കുമ്പോൾ ദേവയാനിയമ്മ പറയുന്നുണ്ട്, നിന്റെ ഉദ്ദേശം അത് തന്നെയാണെന്ന് എനിക്കറിയാം, എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണമല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. ഗൗരി അപ്പോൾ പറയുന്നുണ്ട്, സ്വന്തം വീട്ടിൽ ജോലി ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല എന്നൊക്കെ. ഗൗരി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ മഹിയേട്ടൻ്റെ അമ്മ എന്നുള്ള എല്ലാ ബഹുമാനവും തരുന്നുണ്ട്, കൂടുതൽ ഭരിക്കാൻ വന്നേക്കരുതെന്നൊക്കെ പറയുന്നു. ദേവയാനിയമ്മ എപ്പോൾ പറയുന്നുണ്ട്, നീ എന്നോട് എതിർത്ത് സംസാരിക്കാനൊക്കെ തുടങ്ങിയോ, കൂടുതൽ എതിർത്ത് സംസാരിക്കാൻ തുടങ്ങിയ നിന്നെ ഞാൻ തീർത്ത് കളയുമെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് മഹി അവിടേക്ക് വരുന്നുണ്ട്. മഹി വരുന്ന സമയത്ത് ദേവയാനിയമ്മ മഹിയോട് പറയുന്നുണ്ട്, ഇവൾ എന്നെ കൊന്നു കളയുമെന്നൊക്കെ പറഞ്ഞെന്ന്. ഗൗരി അപ്പോൾ മഹിയോട് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ. അമ്മയാണ് എന്നോട് ദേഷ്യപ്പെട്ട് വന്നതെന്നൊക്കെ പറയാണ്. മഹി അപ്പോൾ പറയുന്നുണ്ട്, അമ്മ അങ്ങനെയൊന്നും പെരുമാറത്തില്ല എന്നൊക്കെ. ഗൗരി അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഞാൻ നുണ പറഞ്ഞെന്നാണോ മഹിയേട്ടൻ വിശ്വസിക്കുന്നതെന്ന്. ദേവയാനിയമ്മ വീണ്ടും സങ്കടത്തോട് പറയാണ്, ഇവൾ പറഞ്ഞു നമ്മളെ രണ്ടുപേരും തെറ്റിക്കുമെന്നും പറഞ്ഞെന്നൊക്കെ പറയുന്നു. ആദ്യം ഗൗരി പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട്. വീണ്ടും ദേവയാനിയമ്മ അടിച്ചു സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് ഗൗരിക്ക് ദേഷ്യം വന്നിട്ട്, അങ്ങനെ പറഞ്ഞെങ്കിൽ നന്നായി പോയെന്നൊക്കെ പറയാണ്. മഹി ഗൗരിയെ വഴക്ക് പറയുകയാണ്, നീ ഇവിടെ അമ്മയെ അനുസരിച്ച് വേണം ജീവിക്കാൻ, അമ്മയെ വിഷമിക്കുന്ന ഒരു കാര്യവും ഞാൻ അംഗീകരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മഹി അവിടെ നിന്ന് പോകുന്നു. മഹി പോയതിനു ശേഷം ദേവയാനിയമ്മ ഗൗരിയോട് പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് എൻ്റെ മകൻ അനുസരിക്കത്തുള്ളൂ, നിന്നെ എവിടെ നിന്ന് പറഞ്ഞു വിടാൻ പറഞ്ഞാൽ പോലും അത് കേൾക്കും. ഞാൻ പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് ഇവിടെ ജീവിച്ചില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്നല്ല, ഈ ലോകത്തിൽ നിന്ന് തന്നെ നിന്നെ ഇല്ലാതാക്കുമെന്നൊക്കെ പറയുന്നു. ഗംഗ അത്രയും വായിച്ചിട്ട് ഗൗരിയോട് ചോദിക്കുന്നുണ്ട്, ഇത്രയൊക്കെ ദേവയാനിയമ്മ ചെയ്തോന്നൊക്കെ. ഗൗരി പറയുന്നുണ്ട്, ഇത് മാത്രമല്ല ഇതിൽ കൂടുതലും ചെയ്തിട്ടുണ്ട്, ഇപ്പൊ കുറെയൊക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. ഗംഗയോട് ബാക്കി വായിച്ചോളാം എന്നൊക്കെ പറയുന്നു. ശേഷം ഗൗരി തുണി അലക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് തുണികളാണെങ്കിൽ ദേവയാനിയമ്മ അലക്കാൻ വേണ്ടി കൊണ്ടു കൊടുക്കുകയാണ്. ഗംഗ അപ്പോൾ പറയുന്നുണ്ട്, ഗൗരി ചേച്ചി ഒരുപാട് സഹിച്ചല്ലോ എന്ന്, എല്ലാം സ്നേഹത്തിന് വേണ്ടിയാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നു.
ഗൗരി അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ സഹിച്ചതിനെക്കാട്ടിൽ കൂടുതൽ ഗംഗ സഹിച്ചല്ലോ എന്നൊക്കെ. ഗംഗ വീണ്ടും ഡയറി വായിച്ച് തുടങ്ങുന്നു. ഗൗരി അതിൽ എഴുതിയിരിക്കുന്നുണ്ട്, മാളുവിന്റെ ബർത്ത്ഡേക്കായിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ ഒരു ഡയമണ്ട് ലോക്കറ്റ് വാങ്ങിയെന്ന്. ദേവയാനിയമ്മ ആ ലോക്കറ്റ് കണ്ടിട്ട് ഗൗരിയെ വഴക്ക് പറയുകയാണ്, എന്തിനാണ് വെറുതെ പൈസ കളയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. ഗൗരി അപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ മകൾക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങിയതിൽ എന്താണ് തെറ്റ്? ഇത് അത്രമാത്രം പൈസയുടെ കാര്യമൊന്നുമല്ലല്ലോ മഹിയേട്ടൻ എന്നൊക്കെ പറയുന്നു. ദേവയാനിയമ്മ അപ്പോൾ പ്രശ്നമുണ്ടാക്കുകയാണ്, എൻ്റെ മകന്റെ പൈസ അങ്ങനെ ദൂർത്ത് കളയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഗൗരി ദേവയാനിയമ്മയോടും ദേഷ്യപ്പെടുന്നുണ്ട്, നിങ്ങൾ ക്ഷമിക്കുന്നതിനനുസരിച്ച് എൻ്റെ തലയിൽ കയറരുതെന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കും തിരിച്ചു പറയാൻ അറിയാമെന്നൊക്കെ പറയുന്നു. ഗൗരി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇത്രമാത്രം വേദനിക്കാൻ വേണ്ടി നിങ്ങൾ മഹിയേട്ടൻ്റെ രണ്ടാനമ്മ മാത്രമല്ലേ, അല്ലാതെ സ്വന്തം അമ്മയൊന്നുമല്ലല്ലോ എന്നൊക്കെ പറയുന്നു. ദേവയാനിയും ഇപ്പോൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഇത്രയ്ക്കൊക്കെ പറയാൻ നീ വളർന്നോ എന്നൊക്കെ, നിന്റെ മനസ്സിലിരിപ്പ് ഇതാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഗൗരി അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ വേണമെന്ന് വെച്ച് പറഞ്ഞതല്ല, അമ്മ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണെന്ന്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്